നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാൻ പോണത് നമ്മുടെ ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോ പറയുന്നുള്ളൂ. എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് പവർ ഡിവൈസ്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ്. അതായത് പവർ ഇക്വേഷൻ എന്തോടാ? വി ഇൻറ്റു ഐ അല്ലേ? ഈ പവർ ഇക്വേഷൻ വി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. പവർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇവിടെ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? കറണ്ട് കുറയണം. നല്ല കോൺസ്റ്റന്റ് ആവും. പവർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇയാൾ കൂടുമ്പോൾ ഇയാൾ എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ പവർ കോൺസ്റ്റന്റ് ആകുമ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? കറണ്ട് കുറയണം. ഓക്കെ. അതേപോലെ ട്രാൻസ്ഫോമർ എന്ന് ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സ് ഉള്ള ഡിവൈസ് ആണ്. ഫ്ലക്സ് അതിന്റെ ഫൈ എന്ന് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഉള്ള ഡിവൈസ് ആണ്. അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറയാ സിംഗിളി എക്സൈറ്റഡ് മെഷീൻ എന്നാണ്. എന്താണ് ട്രാൻസ്ഫോമർ എന്ന് പറയാ? സിംഗിളി എക്സൈറ്റഡ് മെഷീൻ എന്നാണ്. ഒരു 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 ടെലമെന്റിൽ മാത്രം നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കുന്നുള്ളൂ ട്രാൻസ്ഫോമറിനകത്ത്. അതേപോലെ ട്രാൻസ്ഫോമറിനകത്ത് നമ്മളൊരു എ സിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരിക. നമ്മൾ എ സിനകത്ത് ഒരു ഔട്ട്പുട്ടിനെ കടത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ട് ആണെന്ന് വിചാരിക്കാം. ഈ ഒരു വേവ് ആണെന്ന് വിചാരിക്കും. ഇതിനെ 180 ഡിഗ്രി തിരിക്കും. ഇതിനെ 180 ഡിഗ്രി തിരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ അല്ലെ? വളരെ ചെറുതായിട്ട് ഷോർട്ടായിട്ട് ഒരു ക്രാഷ് പോലെ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ട്രാൻസ്ഫോമറിന്റെ സിമ്പിള് ഏകദേശം ഇതേപോലെയാണ് ഇരിക്കുക. ഇതൊരു അയൺ കോർ ആണ്. ഒരു അയൺ കോർ ആണ്. ഇത് പ്രൈമറി വൈൻഡിങ് ആണ്. ഇതിന് എന്താ പറയാ? പ്രൈമറി വൈൻഡിങ് എന്നാണ് പറയാ. ഇതിനെന്താ വിളിക്കുക? സെക്കൻഡറി വൈൻഡിങ് എന്നാണ് വിളിക്കുക. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് സോഴ്സ് ആണ്. എ സി വോൾട്ടേജ് ആയിരിക്കും. അതേപോലെ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡാണ്. ലോഡ് ഓപ്പോസിറ്റ് പന്ത് കൊടുക്കും, ലോഡ് കൊടുക്കും. ഇതിലേക്ക് കൂടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. അയൺ കോറിൽ കൂടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകും. സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ സ്ട്രക്ചർ ഇതായി. ഓക്കെ. ഇവിടെ ഇവിടെ നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് സോഴ്സ് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് അത് എപ്പോഴും ഒരു സൈനസോയിഡൽ ഫ്ലക്സ് ആയിരിക്കും. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലക്സ് ആയിരിക്കും. അപ്പോ ആ ഫ്ലക്സിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എം സൈൻ ഒമേഗ ടി എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഇതുണ്ടാകുന്ന ഫ്ലക്സിനെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുക? ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എം സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതിനർത്ഥം എന്താണ്? ഈ ഫൈ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫൈ എം സൈൻ ഒമേഗ ടി. ഓക്കെ. സൈനസോയിഡൽ ഫ്ലക്സ്. ഉണ്ടാവുന്ന ഫ്ലക്സ് നമ്മൾ ഫൈ ഈക്വൽ ടു ഫൈ എം സൈൻ ഒമേഗ ടി ആണ്. ഇതൊരു സൈനസോയിഡൽ ഫ്ലക്സ് ആണ്. അതേപോലെ ഇവിടുത്തെ ഇ എം എഫ് ഇവിടെ ഉണ്ടാവുന്ന ഇ എം എഫ് എങ്ങനെയാണ് ഇ എം എഫ് ഉണ്ടാവുന്നത്? ഓക്കെ. ഇത് പ്രൈമറി വൈൻഡിങ് ആണ്. ഇതൊരു വൈൻഡിങ് ആണ്, കോയിലാണ്. ഈ കോയിലിൽ കൂടെ എപ്പോ കറണ്ട് പാസ് ചെയ്തിട്ട് ഉണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. വെറും മാഗ്നറ്റിക് ഫ്ലക്സ് ആണോ? അല്ല, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വേരിയേഷൻ ഉള്ള, നമുക്ക് നമ്മളിവിടെ ഫൈയുടെ ഇക്വേഷൻ എഴുതി, വേരിയേഷൻ ഉള്ള ഇക്വേഷൻ അല്ലേ? അപ്പൊ വേരിയേഷൻ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുക. അപ്പോ whenever a magnetic coil linked with magnetic flux linked with the coil changes, an EMF is induced in the coil. Electromagnetic induction പ്രകാരം ഒരു കോയിലിനകത്തോട്ട് whenever a flux linked with the coil changes, an EMF is induced in the coil. ഈ കോയിലിനകത്ത് എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. അപ്പോ ഈ ഇ എം എഫ് നമ്മൾ സൂചിപ്പിക്കുക എങ്ങനെയാണ്? ആ ഇ എം എഫിന്റെ ഇക്വേഷൻ ആണ് മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ആ ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താണ്? മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി. മൈനസ് എന്ന് പറയുന്നത് ലെൻസസ് ലോ പ്രകാരം ഉണ്ടാവുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതാണ് നമ്മൾ മൈനസ് ചെയ്യാൻ കൊടുത്തത്. ഓക്കെ. അപ്പോൾ ഉണ്ടാവുന്ന ഇ എം എഫിന്റെ ഇക്വേഷൻ മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി എന്നാണ്. അപ്പോ ഇതേപോലെയാണ് ഈ വണ്ണിലെ ഇ എം എഫിന്റെ ഇക്വേഷൻ മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി ആണ്. N1 ഡി ഫൈ ബൈ ഡി ടി ആണ്. അപ്പൊ ഈ ടൂവിൽ എന്തായിരിക്കും? ഈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഇ എം എഫ് ആണ്. ഈ ടു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇ എം എഫ് ആണ്. അപ്പൊ ഈ ടൂവിൽ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ടൂവിൽ ഇക്വേഷൻ മൈനസ് N2 മീൻസ് എന്താ? N1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ്. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി.
N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡ്. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിക്കുക. അപ്പൊ ഈ 2 എന്ന് പറഞ്ഞാൽ -N2 d5/dt ആണ്. -N2 d5/dt ആണ്. E1 എന്ന് പറഞ്ഞാൽ -N1 d5/dt, E2 എന്ന് പറഞ്ഞാൽ -N2 d5/dt. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ എങ്ങനെ എഴുതിയെന്ന് നോക്കാം. ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് ഓക്കെ ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ കാര്യം അത് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ ഒരു കോർ ഉണ്ട്, ഇവിടെ ഒരു വൈൻഡിങ് ഉണ്ട്, ഈ വൈൻഡിങ് ആണ് N1, ഇവിടെ ഒരു വൈൻഡിങ് ഉണ്ട്, ഇതാണ് N2. ഇതിനകത്തുള്ള നമ്പർ ഓഫ് വൈൻഡിങ്ങിനെ വിളിക്കുന്നവരാണ് N1, ഇതിനകത്തുള്ള നമ്പർ ഓഫ് വൈൻഡിങ്ങിനെ വിളിക്കുന്നവരാണ് N2. അല്ലേ? ഇത് പ്രൈമറി കോയിലാണ്, സെക്കൻഡറി കോയിലാണ്. ഓക്കെ, ഇവിടെ ഈ പ്രൈമറിയിൽ ഉണ്ടാകുന്ന കാരണം നമ്മൾ I1 എന്ന് വിളിക്കുന്നു, സെക്കൻഡറി ഉണ്ടാകുന്ന കാരണം നമ്മൾ I2 എന്ന് വിളിക്കുന്നു. ഇതിലേക്കൂടെ ഫ്ലക്സ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതിലേക്കൂടെ ഫ്ലക്സ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടുത്തെ EMFനെ E1 എന്ന് വിളിക്കുന്നു, ഇവിടുത്തെ EMFനെ E2 എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? എവിടാണോ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, അവിടെ ആയിരിക്കും വോൾട്ടേജ് കൂടുക. എവിടാണോ നമ്പർ ഓഫ് ടേൺസ് കുറവ്, അവിടെ ആയിരിക്കും വോൾട്ടേജ് കുറവ്. ആ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ അവിടെയാണ് വോൾട്ടേജ് കൂടുതൽ, എവിടെയാണ് നമ്പർ ഓഫ് ടേൺസ് കുറവ്, അവിടെ ആയിരിക്കും വോൾട്ടേജ് കുറവ്. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിക്കാം, ഞാൻ നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം ശ്രദ്ധിക്കാം. എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം. വോൾട്ടേജ് കൂടുമ്പോൾ, ഒരു ട്രാൻസ്ഫോമറിന്റെ കാര്യമാണ് പറയുന്നത്. ട്രാൻസ്ഫോമർ സപ്പോസ് ഞാൻ എടുക്കുന്നത് സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ, രണ്ട് ട്രാൻസ്ഫോമറിന്റെ കയ്യിലാണെന്ന് വിചാരിക്കുക. സ്റ്റെപ്പ് അപ്പും ഉണ്ട്, സ്റ്റെപ്പ് ഡൗണും ഉണ്ടെന്ന് വിചാരിക്കും. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു വോൾട്ടേജ് കൊടുക്കുന്നു, അതെന്ത് ചെയ്യുന്നു? വലിയൊരു വോൾട്ടേജ് ആക്കി മാറ്റും. വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതിനാണെന്ന് വിളിക്കുക, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുക. വോൾട്ടേജിനെ കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിക്കകത്തോട്ട് പോകുമ്പോൾ, അവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യൂടാ? പ്രൈമറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും, സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കൂടും, ഇവിടെ കറണ്ട് കുറയും. ഇനി ജസ്റ്റ് അല്ലാണ്ട് പറയാം, വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാല് കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാല് റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ഇൻഡക്ടൻസ് കൂടും, റിയാക്ടൻസ് കൂടും. ഓക്കെ, അതേപോലെ ഇംപിഡൻസ് കൂടും. വോൾട്ടേജ് കൂടി കഴിഞ്ഞാല് കറണ്ട് കുറയും, റിയാക്ടൻസ് കൂടും, റെസിസ്റ്റൻസ് കൂടും, റിയാക്ടൻസ് കൂടും, ഇംപിഡൻസ്. ഇതൊന്ന് മനസ്സിലാലേക്ക്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇത് അതിന്റെ മാക്സിമം 5M, മാക്സ് ആണത്. ഓക്കെ, ഫാരഡേസ് ലോ അനുസരിച്ചിട്ട് EMFന്റെ ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം E = -N/d5/dt ആണ്. EMF = -N/d5, നമ്മൾ +2 പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അതേപോലെ ഫൈയുടെ വാല്യൂ നമുക്കറിയാം, φm sin ωt. ഫൈയുടെ വാല്യൂ എന്താണ്? φm sin ωt. φ = φm sin ωt എന്നാണ്. അപ്പൊ ഈ ഫൈയുടെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടൂടാ? -N/d5m sin ωt/dt എന്ന് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. sin ωt ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? sin ωt ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? sin ωt ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? cos ωt കിട്ടും. cos ωt into ഒമേഗ, അല്ലെ? cos ωt into ഒമേഗ. അതേപോലെ നമ്മൾ എവിടെ എഴുതിയിരിക്കുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ -N/φm cos ωt into ഒമേഗ എന്ന് കിട്ടും. ഓക്കെ അല്ലെ? ഇനി നമുക്ക് ഈ cos ωt എന്ത് ചെയ്യണം? sin ωt കൊണ്ടുവരണം, സൈനിന്റെ ടേംസിലോട്ട് കൊണ്ടുവരണം. അപ്പൊ നമുക്കറിയാം cos ωt എന്ത് ചെയ്താൽ മതി? cos ωt കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു π/2 വെച്ച് മൈനസ് ചെയ്താൽ മതി, അല്ലെ? sin ωt = sin π/2 - ωt, അല്ലേ? അപ്പൊ നമുക്കറിയാം, അപ്പൊ എന്ത് കിട്ടി? -N/ω. ഇവിടെ കിടന്ന ഒമേഗനെ നമ്മളിവിടെ കിട്ടുന്നു. -N/ω/φm cos, സോറി, ഇതാണ് നമ്മൾ -N/ω/φm sin π/2 - ωt എന്ന് കിട്ടി. π/2
മൈനസ് ഒമേഗ ടി എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ സാധനം ഉണ്ടല്ലോ എൻ ഒമേഗ ഫൈ എം എന്ന് പറഞ്ഞ ഈ സാധനം, ഇതാണ് നമ്മുടെ ഇ മാക്സ്. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന മാക്സിമം ഇ എം എഫിന്റെ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ അത് എൻ ഒമേഗ ഫൈ എം ആയിരിക്കും. ഇനി ബാക്കിയുള്ള ഈ സൈൻ ഒമേഗ ടി ശ്രദ്ധിക്കാം, ഇവിടെ ഒരു മൈനസ് സൈൻ ഇല്ലായിരുന്നോളാം, ഇവിടെ ഒരു മൈനസ് സൈൻ ഇല്ലായിരുന്നു. ഈ മൈനസ് സൈനെ നോക്കി, മൈനസ് സൈൻ പൈ ബൈ ടു മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും നമുക്ക് മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, സൈൻ മൈനസ് എക്സ് എന്ന് എഴുതിക്കൂടെ. സൈൻ മൈനസ് എക്സിനെ നമുക്ക് സൈൻ എക്സ് എന്ന് എഴുതിക്കൂടെ. അപ്പോ ഈ കിടന്ന മൈനസ്, ഇവിടെ കിടന്ന നമ്മുടെ മൈനസിനെ നമ്മൾ സൈൻ്റെ അകത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് കിട്ടും, ഇവിടെ ഒരു മൈനസ് വരും. അപ്പൊ ഈ ടേം ഒന്ന് തിരിവിലിടാം. അപ്പൊ എന്ത് കിട്ടും, സൈൻ ഒമേഗ ടി മൈനസ് ഫൈ ബൈ ടു. അതാണ് നിങ്ങളുടെ കാണുന്നത്. കണ്ടോ, ഈ മൈനസിനെ അകത്തോട്ട് കയറ്റിയപ്പോ ഒമേഗ ടി മൈനസ് ഫൈ ബൈ ടു എന്നാണ്. അപ്പൊ എൻ ഒമേഗ ഫൈ എം സൈൻ ഒമേഗ ടി മൈനസ് ഫൈ ബൈ ടു. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം, നമുക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താ ഇവിടെ കിട്ടിയത്? ഇ എം എഫിന്റെ ഇക്വേഷൻ മൈനസ് ഇല്ല, സോറി, ഇ എം എഫ് ഇസ് ഈക്വൽ ടു എൻ ഒമേഗ ഫൈ എം. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ്. ഓക്കെ അല്ലേ? അതിന്റെ കൂടെ നമുക്ക് എന്ത് കിട്ടി, സൈൻ പൈ ബൈ ടു മൈനസ് ഒമേഗ ടി. ഇതാണ് ഇ എം എഫിന്റെ ഇക്വേഷൻ. നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ഇ എം എഫിന്റെ ആർ എം എസ് വാല്യൂ വേണം. ഇ എം എഫിന്റെ ആർ എം എസ് വാല്യൂ വേണം. നമുക്കറിയാം, ഇ എം എഫിന്റെ ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു ടേമിന്റെ ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂവിനെ എടുത്തിട്ട് അതിനെ √2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇ എം എഫിന്റെ ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മാക്സ് എടുത്താൽ അതിനെ എന്ത് ചെയ്താൽ മതി, √2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോ ഈ ആർ എം എസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇ എം എസിന്റെ മാക്സിമം വാല്യൂ എന്താ, എൻ ഒമേഗ ഫൈ എം അല്ലെ, എൻ ഒമേഗ ഫൈ എം ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടി. എൻ ഒമേഗ ഫൈ എം ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഒമേഗയുടെ വാല്യൂ എന്താണ്, 2πf ആണ് അല്ലെ. ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, എൻ ഇസ് ഈക്വൽ ടു 2πf, എഫിന് ഒരേ ന്യൂ എന്ന് വേണമല്ലോ എഴുതാം, 2πm ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടി. ഓക്കെ അല്ലെ? ഈ √2π/√2നെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഇ ആർ എം എസ് ഇസ് ഈക്വൽ ടു 4.44 എൻ എഫ് ഒമേഗ ഫൈ എം. ബാക്കി നമുക്ക് അടുത്ത ദിവസം